السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت إليه أنيب ولا حول ولا قوة إلا بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ളുഹർ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേകിച്ച് ഈ റമദാനിൽ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട ഏതാനും ചില വർത്തമാനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നോട് പറഞ്ഞത് 2 മണി വരെ പറയണമെന്നാണ്. 2 മണി വരെ ഒന്നും പറയും നിങ്ങൾ കരുതണ്ട. കാരണം പ്രത്യേകിച്ച് നോമ്പിന് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നോമ്പിന് കൂടുതൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വളരെ കണ്ടന്റ് ആയ ചില കാര്യങ്ങൾ സംസാരിക്കും. 2 മണിന് മുമ്പ് നിർത്തുകയും ചെയ്യും. ചുരുങ്ങിയത് 2 മണിക്ക് 10 മിനിറ്റെങ്കിലും നമ്മൾ നിർത്തും. ഇൻഷാ അല്ലാഹ് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഘട്ടങ്ങൾ. ഉറങ്ങൂല എനിക്കറിയാം, കാരണം രാവിലെ കുറച്ച് ഉറങ്ങിയിട്ടുണ്ടാവും. മുസ്ലിം സ്പെയിനിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഇനി കൂടുതൽ പഠിക്കുക. മുസ്ലിം സ്പെയിനിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ നിന്ന് ഫൈസൽ അവാർഡിന് വിധേയരായ 2 വ്യക്തികളുണ്ട്. അതിൽപ്പെട്ട ഒരാൾ അബുൽ ഹസൻ അലി നദ്വിയാണ്. രണ്ടാമത് വേറൊരു പണ്ഡിതനുണ്ട്. അബുൽ ഹസൻ അലി നദ്വി മുസ്ലിം സ്പെയിനിന്റെ ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം മലയാളത്തിലൊന്നും സ്പെയിനിന്റെ പുസ്തകം കിട്ടാൻ, ഇംഗ്ലീഷിലൊക്കെ ഉണ്ട്. മുസ്ലിം സ്പെയിനിന്റെ പ്രത്യേകത AD 472 മുതൽ 800 കൊല്ലക്കാലം സ്പെയിൻ ഭരിച്ചത് ഇസ്ലാമിക ഭരണാധികാരികളും ഖലീഫമാരുമായിരുന്നു. 800 കൊല്ലക്കാലം. ഈ 800 കൊല്ലക്കാലത്തിന് 3 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു സ്പെയിനില്. ഒന്ന്, വിദ്യാഭ്യാസപരമായി വിജ്ഞാനപരമായി ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തിയത് മുസ്ലിങ്ങൾ ഭരിക്കുന്ന ആ സമയത്താണ്, ഈ 800 കൊല്ലത്തിനടുത്താണ്. രണ്ടാമത്, കൈപ്പട കൊണ്ട് കോടാനക്കോടി രൂപ വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തത്ര ഗ്രന്ഥങ്ങൾ എഴുതിയത് മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിക്കുന്ന 800 കൊല്ലത്തിനിടയിലാണ്. നമ്മൾ പഠിച്ചു നോക്കണം കേട്ടോ, അതിനുള്ള സ്രോതസ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ. മൂന്നാമത്, ക്രൈസ്തവരും ജൂതന്മാരും മുസ്ലിങ്ങളും സമാധാനത്തോടെ, അക്രമമില്ലാതെ, അശാന്തിയില്ലാതെ സ്വസ്ഥമായി കഴിഞ്ഞ ഒരു കാലഘട്ടമുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിക്കുന്ന സമയത്താണ്. വേറൊരു പ്രത്യേകത ഇവിടെയുണ്ട്. ധാരാളം പണ്ഡിതന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും വളർത്തിയെടുത്തതും ഈ കാലഘട്ടത്തിലാണ്. എന്തായാലും ഇങ്ങനെ മുസ്ലിം സ്പെയിൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്പെയിനിന്റെ അധികാരം മുസ്ലിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമുക്കത് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. നഷ്ടപ്പെട്ടു പോകാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാമിക ഭരണാധികാരികളുടെ ശിഥിലത. രണ്ടാമത്, ക്രൈസ്തവരുടെ ആക്രമണം. ഈ 2 കാരണം കൊണ്ട് മുസ്ലിം സ്പെയിൻ നഷ്ടപ്പെടുന്നുണ്ട് ഇസ്ലാമിന്റെ കയ്യിൽ. നമ്മൾ ആലോചിച്ച് നോക്ക്, 800 കൊല്ലക്കാലം ഒരു രാജ്യത്തിന് ഭരിക്കാൻ അവസരം കിട്ടുന്നു, ധാരാളം പുരോഗതി പ്രാപിക്കുന്നു. എന്നിട്ട് മുസ്ലിങ്ങളിൽ നിന്ന് സ്പെയിന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ വളരെ ഖേദകരമായ, പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ അന്ന് ഭരണാധികാരി തീരുമാനിച്ചു, അവസാനത്തെ സ്പെയിനിന്റെ ഭരണാധികാരി അബു അബ്ദില്ല, അബ്ബാസി ഭരണാധികാരിയാണ്. അദ്ദേഹം തീരുമാനിച്ചു കുടുംബത്തെയും കൂട്ടിയിട്ട് നാട് വിടാൻ വേണ്ടി തീരുമാനം. നാട്ടിൽ സ്പെയിനിൽ നിന്നിട്ട് കാര്യമല്ല, സ്പെയിനൊക്കെ നശിക്കാൻ പോകാം. തീരുമാനിച്ചു അദ്ദേഹം മൊറോക്കോയിലേക്ക് പോകാം. മൊറോക്കോയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുന്നിൻ ചെരുവിൽ കയറി നിന്നിട്ട് സ്പെയിനിലേക്ക് നോക്കി. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ തിരിച്ചും ചിലപ്പോൾ കുടുംബത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ ഓർമ്മ നമുക്കുണ്ടാവും. അബു അബ്ദില്ല എന്ന് പറയുന്ന ഭരണാധികാരി സ്പെയിനിലേക്ക് നോക്കി. കാരണം സ്പെയിന് പൂർണ്ണമായി ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അബു അബ്ദിൽ എന്ത് ചെയ്ത് അറിയോ?
അബുൽ ഹസൻ അലി നദ്വി പറയാണ്, ബക്ക അബു അബ്ദുല്ല ബുകാഅൻ ശദീദൻ. അബു അബ്ദുല്ലക്ക് മനസ്സ് പൊട്ടി കരയാൻ തുടങ്ങി അബു അബ്ദുല്ല. എന്താ കാരണം? സ്പെയിനിലേക്ക് നോക്കുമ്പോൾ സ്പെയിനിലെ പള്ളികളുടെ മിനാരങ്ങൾ കത്തിയിട്ട് പുകച്ചുരുളുകളാണ് കാണുന്നത്. സ്പെയിനില് കോടാനക്കോടി ഗ്രന്ഥങ്ങളുള്ള ലൈബ്രറികൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായിക്കൊണ്ടിരിക്കുക. ഇത് അബു അബ്ദുല്ല കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുപോയി. അപ്പൊ അടുത്ത് ഉമ്മ നിൽക്കുന്നുണ്ട്. ഉമ്മ അദ്ദേഹത്തോട് പറഞ്ഞൊരു വർത്തമാനമാണ് നമ്മുടെ വിഷയത്തിന്റെ അകക്കാമ്പ്. ഉമ്മ അബു അബ്ദുല്ലയോട് പറഞ്ഞു, മോനെ, ആണുങ്ങളെ പോലെ ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്താതെ പെണ്ണുങ്ങളെപ്പോലെ നഷ്ടത്തിന്റെ കഥയോർത്ത് ഇപ്പോൾ മോനെ നീ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗം. ആണുങ്ങളെപ്പോലെ സുന്ദരമായി ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് പെണ്ണുങ്ങളെപ്പോലെ നഷ്ടത്തിന്റെ കഥയോർത്ത് കരയരുത് എന്ന് പറഞ്ഞ് ഉമ്മ ഈ അബു അബ്ദുല്ല എന്ന അബ്ബാസി ഭരണാധികാരിയെ സമാശ്വസിപ്പിക്കുന്ന രംഗമാണ് അവസാനമായി കാണുന്നത്. ഇത് നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കാനുള്ള കാരണം, ഈ സ്പെയിനിന്റെ ചരിത്രം വെക്കാനുള്ള കാരണം, അവസരം എന്നത് അള്ളാഹു ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്ന വലിയൊരു സൗഭാഗ്യം. അവസരങ്ങൾ കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. ഭൗതികമായും കൊടുക്കും, മതപരമായും കൊടുക്കും. ചിലരെ കുറിച്ച് നമ്മൾ തന്നെ പറയലില്ലേ, ഓർക്ക് ഇഷ്ടം പോലെ അവസരം കിട്ടിയതാ, നല്ലവണ്ണം സമ്പാദിക്കാമായിരുന്നു, നല്ല വീട് നിർമ്മിക്കാമായിരുന്നു, പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഇത് കേവലം ഭൗതികമായി മാത്രമല്ല, ആഖിറത്തിന്റെ വിഷയത്തിൽ ധാരാളം അവസരങ്ങൾ തരും. അവസരങ്ങളുടെ ഒരു കൂമ്പാരമാണ് സത്യത്തിൽ റമദാൻ മാസം പറഞ്ഞാൽ. ഇഷ്ടം പോലെ അവസരം അല്ലാഹു നമുക്ക് തരും. അത് ചിലരെന്ത് ചെയ്യും? നിങ്ങൾ എല്ലാവർക്കും ഇതിൽ വാഹനം ഉണ്ടാവില്ലല്ലേ? വാഹനത്തിൽ 2 മിറർ ഉണ്ടാവും ഫ്രണ്ടിൽ. എന്തിനാ 2 മിറർ? നമുക്കറിയാം, ബാക്കിലുള്ള വാഹനങ്ങളെ കാണാനാ. ബാക്കിലുള്ള വാഹനത്തെ കണ്ടാലേ സുഖകരമായി ഡ്രൈവ് ചെയ്യാൻ കഴിയും. ഇതുപോലെയാണ് അവസരങ്ങൾ പറയുന്നത്. ഇടക്കിടക്ക് ബാക്കിലേക്ക് ഇങ്ങനെ നോക്കണം. ബാക്കിലേക്ക് നോക്കുക പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിന്റെ പിന്നിൽ നോക്കണം. റമദാൻ 1 പോലെയാവരുത് 2, 2 പോലെയാവരുത് 3, കുറച്ചിങ്ങനെ കൂട്ടണം. അത് ബാക്കിലേക്ക് നോക്കിയാലേ മനസ്സിലാവും. ഇന്നലത്തെ നോമ്പിനെ അപേക്ഷിച്ച് ഇന്ന് ഒരു തസ്ബീഹെങ്കിലും നമുക്ക് വർദ്ധിക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു അരപ്പേജ് ഖുർആനെങ്കിലും ഒന്ന് കൂട്ടാൻ കഴിയണം. അല്ലെങ്കിൽ എന്താ പറയുക കുഴപ്പം? അവസരം കിട്ടിയിട്ടും കൊടുന്നനെ നഷ്ടപ്പെടട്ടോ. ഇപ്പൊ എറണാകുളത്ത് ഞാനൊരു ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്ലാസ് എടുത്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ മിന്നാണ് കെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. കരഞ്ഞെന്താ പറയുക, ഒരു വിഷയം അവിടെ ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പ കുറച്ച് കൊല്ലം മുമ്പ് ഒരു വലിയ തുക ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. വലിയ തുകയുടെ എണ്ണം കാര്യമൊന്നും പറയേണ്ട ആവശ്യമല്ല. ഏൽപ്പിച്ചിട്ട് അദ്ദേഹം പറയാണ്, എന്റെ വാപ്പ കൊറോണ സമയത്ത് മരിച്ചതാണ്. എങ്ങനെ മരിച്ചത് അറിയാം? അത് കേട്ടപ്പോൾ പ്രയാസപ്പെട്ടു പോയി. കോവിഡിന്റെ സമയത്ത് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഈ ക്ലാസിന്റെ ഉള്ളിൽ കൂടെ, ജനലിന്റെ ഉള്ളിൽ കൂടെ ഭാര്യനെ നോക്കി. ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം പോലും വീട്ടിനകത്തേക്ക് കയറ്റാതെ പുറത്ത് വെച്ചിട്ട് ഭാര്യനെ ജനാലയിലൂടെ നോക്കിയിട്ട് ഞാൻ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങി വരാമെന്ന് പറഞ്ഞു. ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയപ്പോൾ ആ നിന്ന നൃത്തത്തിന് തല കറങ്ങി വീണ് മരിച്ചുപോയി. നിന്ന നൃത്തത്തിന് ഭാര്യയെ കാണാൻ വീട്ടിലേക്ക് കയറിയിട്ടില്ല. എന്തൊക്കെ അദ്ദേഹങ്ങൾ ആലോചിച്ച എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. കോവിഡ് സമയമാണ്, വീട്ടിൽ സ്വസ്ഥമായി ഒന്ന് ഇരിക്കാൻ കഴിയും, കുടുംബത്തോടൊക്കെ ചെലവാക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്, നല്ല പ്രതീക്ഷകളുമായിട്ടാണ് വന്നത്. പക്ഷെ ഗ്ലാസ്സിലൂടെ ഭാര്യനെ നോക്കാനേ അദ്ദേഹത്തിന് വിധിയുണ്ടായിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന്റെ അവസ്ഥയോ, സാധനം നമ്മൾ ന്യായങ്ങൾ പറയും, കാരണങ്ങൾ പറയും, എന്താ പറയാ, അറ്റാക്കാണ് പറയും, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാരണങ്ങൾ നമുക്കുണ്ടാവും. അതൊക്കെ കാരണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തൊലികളൊന്നും ചുളിവുകൾ സംഭവിക്കാത്ത, നരബാധിക്കാത്ത നമ്മളൊക്കെ ആലോചിക്കുക, കിട്ടിയ അവസരങ്ങളെ മുതലാക്കുക. മുൻഗാമികൾ അങ്ങനെയായിരുന്നു. നമുക്ക് നോക്കുകൾ ഉറങ്ങിയിട്ട് ഇഷ്ടംപോലെ സമയങ്ങളുണ്ട്, ഇഷ്ടംപോലെ. 3 കാര്യം ശ്രദ്ധിച്ചാൽ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തിയവരാണ്. അതേ എന്റെ ക്ലാസ്സിൽ ആകെ ഇതുള്ളൂ. 3 കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ അവസരം ഉപയോഗപ്പെടുത്തിയവരായി മാറും നമ്മൾ. അതിലൊന്നെന്താ അറിയോ? റമദാനിലെ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ പ്രത്യേക പരിഗണന കൊടുക്കുക. സമയങ്ങളിൽ പ്രത്യേക പരിഗണന. ഏതാ? നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സമയമുണ്ടല്ലോ. ചിലപ്പോ നല്ല തിരക്കിലായിരിക്കും. ചിലപ്പോ ആ തിരക്കിനിടയിലാണെങ്കിലും മനസ്സുകൊണ്ട് ദ്വാ ചെയ്യാലോ.
നമ്മളിങ്ങനെ കൈ ഉയർത്തിയിട്ട് തന്നെ ഇങ്ങനെ ഒരു മൂലക്കിരുന്ന് ദുആ ചെയ്യണമെന്നത് പൗരോഹിത്യം പഠിപ്പിച്ചതാണ്. നമുക്ക് എവിടെ വെച്ചും ഏത് വളയം പിടിക്കുന്ന ഡ്രൈവറിന് എന്ത് ചെയ്യാം? ദുആ ചെയ്യാം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം, ദിക്ർ ചെയ്യാം, ഏതൊരാൾക്കും ചെയ്യും. സമയങ്ങളിൽ വളരെ നമ്മൾ നോക്കിയൊക്കെ ചെറിയ വലിയ വലിയ ഹൈപ്പർ സിറ്റികളിലൊക്കെ വലിയ ഓഫറുകൾ ഉണ്ടാവും, വളരെ പരിമിതമായ ദിവസത്തേക്ക് ഉണ്ടാവും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഏറ്റവും വിശിഷ്ടമായ സുന്ദരമായ റമദാനിലെ അവസരങ്ങൾ പെട്ടെന്ന് പോകും. അല്ലെങ്കിൽ അങ്ങനെ തന്നെയല്ല, നമ്മളെന്താ പറയാ, എത്ര പെട്ടെന്ന് നോമ്പ് 15 കണ്ണടച്ച് തിരുമ്പോത്തിന്. റമദാൻ മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, ഞൊടിയിടയിലാണ് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നോമ്പ് തുറക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടത്. എന്തൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ നോക്കിയോട്ട്, ചോദിക്കാൻ ഇഷ്ടം പോലെ ആർക്കും ചോദിക്കാൻ. രഹസ്യ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളിലാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക, ഇഷ്ടം പോലെ പ്രയാസങ്ങളുള്ള ഉണ്ടാവും. ഇനി ഒന്നും വേണ്ട, നമ്മളെപ്പോലെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന പിഞ്ചു കുട്ടികളുണ്ടല്ലോ. എനിക്കും 4 കുട്ടികളുണ്ട്, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും. കുട്ടികൾക്ക് വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ, ഒന്ന് സമാധാനം പോലും കിട്ടാതെ പടഞ്ഞു വീണ് മരിക്കുന്ന ലോക രാഷ്ട്രങ്ങളുണ്ട്, ഗസയിലും പലസ്തീനും പോലെ. ഓരിക്കൊന്ന് ദുആ ചെയ്തു. നമുക്ക് അവസരം ഉപയോഗപ്പെടുത്താൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സമയമാണ്. രണ്ടാമത് അത്താഴം കഴിക്കുന്ന സമയത്താണ്. അത്താഴമൊക്കെ കഴിഞ്ഞിട്ട് നല്ല ഉറക്കുണ്ടാവും, ഒളു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. എന്നിട്ട് അതൊരു ഇത് ശ്രദ്ധിക്കണം, അള്ളാഹുമായി ഒറ്റയ്ക്കിരുന്നിട്ട് നിങ്ങൾ എപ്പോഴും അള്ളാഹുമായി ഒറ്റയ്ക്കിരിക്കുക. അത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ദിശ. ലാബിലൊന്നും പോയി ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് കിട്ടും, മനസ്സിലാവില്ല. അള്ളയുമായി ഒറ്റയ്ക്കിരിക്കുക, എല്ലാം മാറ്റി വെച്ച് നമ്മുടെ ജീവനേക്കാൾ നമ്മളെ സ്നേഹിക്കും നമ്മുടെ കുടപ്പിറപ്പായ ഫോണ് പോലെ അല്പം മാറ്റി വെച്ച് അള്ളാഹുമായി ഒറ്റയ്ക്കിരുന്നിട്ട് നമ്മളിങ്ങനെ നോക്കി എന്റെ കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ഓർക്കുക. അള്ളാഹുവാണ് സാക്ഷി, കണ്ണെന്ന് വെള്ളം വരാത്ത ആളുണ്ടാവില്ല, ഒരു സംശയമില്ല. കഴിഞ്ഞ കാല ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. ചിലപ്പോൾ കഴിഞ്ഞ കാല ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാകുക. എന്നിട്ട് ഇപ്പോഴുള്ള സുഭിക്ഷമായ സമയത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുക. നമ്മളെപ്പോലെ ശരീരമുള്ള ആത്മാവുള്ള ആളുകള് തറാവീഹിനോ നോമ്പ് നോക്കാനോ കഴിയാതെ ഹോസ്പിറ്റലുകളില് ശരീരത്തില് ഇരുമ്പ് ഘടിപ്പിച്ച് കിടക്കുക. ശരീരത്തിൽ ഒന്നും അനക്കാൻ കഴിയില്ല, ശരീരം മുഴുവൻ സ്റ്റീലാണ്. ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, നോമ്പ് നോക്കണം, പള്ളിയിലേക്ക് പോകണം, പക്ഷെ കഴിയുന്നില്ല. നമ്മൾ ഇങ്ങനെ ആലോചിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, വായിൽ വന്നതുകൊണ്ട് പറയാണ്. ഹാറൂൺ റഷീദ് ഒരു ഭരണാധികാരിയാണ്. ഹാറൂൺ റഷീദിന്റെ ഒരു ചരിത്രമുണ്ട്. പിന്നെ അദ്ദേഹം ഭരണാധികാരിയാകുമ്പോൾ ചിലപ്പോൾ നിസ്കാരത്തിലൊക്കെ സമയം തെറ്റും. പ്രത്യേകിച്ച് വലിയ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരിക്കൽ വല്ലാതെ പള്ളിയിൽ തന്നെ ഒതുങ്ങിയിരുന്ന് ആളുകൾ തന്നെ ഇബാദത്ത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ചെയ്യണ്ട എന്നല്ല, പരമാവധി സാധ്യമാകുന്ന നിലയിൽ ചെയ്യുന്നുണ്ടാവും. ഹാറൂൺ റഷീദ് ഭരണാധികാരിയാണ്. പ്രജകളുടെ പ്രജാക്ഷേമ താല്പര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ അസറിന്റെ ജമാഅത്ത് കഴിഞ്ഞു. അപ്പൊ ഒരു വയസ്സായ ഒരാള് പള്ളിയുടെ വാതിന്റെ അടുത്ത് വെക്കുന്നുണ്ട്. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, നിങ്ങൾ പോയി നിസ്കരിച്ച് വരും, നിങ്ങളോട് 2-3 കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അന്നത്തെ ഭരണാധികാരികൾ പറഞ്ഞാൽ ഇസ്ലാമിക ഭരണാധികാരികൾ മുഴുവനും പ്രജകളുടെ ക്ഷാമക്ഷേമങ്ങൾ പറയാൻ അവർ ഇരുന്ന് കൊടുക്കും. ഇന്നത്തെ ഭരണാധികാരികളെ പോലെയല്ല, അത് ഇങ്ങനെ സായൂജ്യം കേട്ടിരിക്കും. അത് റസൂലുള്ളാഹിയുടെ ഒരു സ്വഭാവമാണ്. ആ ഒരു സ്വഭാവം ഭരണാധികാരികളും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹാറൂൺ റഷീദ് നിസ്കാരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ പ്രായം ചെന്ന മനുഷ്യനിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, എനിക്കൊരു 3 ചോദ്യം ചോദിക്കാറുണ്ട്, അത് നിങ്ങൾ മറുപടി തരാം. അപ്പൊ ഹാറൂൺ റഷീദ് ചോദിച്ചോളൂ. ഒന്നാമത് പറഞ്ഞു, നിങ്ങളൊരു മരുഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് സങ്കല്പിക്കുക. നിങ്ങൾക്കാണെങ്കിൽ അതികഠിനമായ ദാഹമുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾക്ക് ഒരു വ്യക്തി നൽകി. ആ ഗ്ലാസ് വെള്ളത്തിന് വില പറഞ്ഞത് നിങ്ങളുടെ ഭരണത്തിന്റെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഭരണത്തിന്റെ പകുതി കൊടുത്തിട്ട് വെള്ളം വാങ്ങി കുടിക്കുമോ? ഹാറൂൺ റഷീദ് പറഞ്ഞു, പിന്നെ ദാഹം നമുക്കിപ്പോൾ അനുഭവം ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും ആ ഒരു 6:33 ആകുമ്പോഴേക്ക് നമ്മൾ തൊണ്ട വരണ്ട് പ്രയാസപ്പെട്ട് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഭക്ഷണമല്ല വരിക, വെള്ളമാണ് വരിക. കാരണം വെള്ളം, വായു ഇതൊക്കെ മനുഷ്യന്റെ അത്യാധുനികമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഹാറൂൺ റഷീദ് പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഭരണത്തിന്റെ പകുതി ഒരു ഗ്ലാസ് വെള്ളത്തിന് കൊടുക്കും, സംശയമൊന്നുമില്ല. രണ്ടാമത് പറഞ്ഞു, നിങ്ങൾ വെള്ളം കുടിച്ചു, തൊണ്ടയിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് കരുതുക. ഞങ്ങളുടെ ഒരു വിദഗ്ധനായ വൈദികനെ കൊണ്ടുവന്നു. അയാൾ പറഞ്ഞത് വെള്ളം തൊണ്ടയിൽ നിന്ന് വയറ്റിലേക്ക് ഇറക്കിത്തരണമെങ്കിൽ നിങ്ങളുടെ ഭരണത്തിന്റെ പകുതി വേണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പകുതി കൊടുക്കുമോ? ഹാറൂൺ റഷീദ് പറഞ്ഞു, കൊടുക്കൂലേ? തൊണ്ടയിലൊന്ന് മുള്ളു കുടുങ്ങി നോക്കട്ടെ, പുറത്തേക്ക് വരുന്നില്ല, താഴേക്ക് വരുന്നെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവും നമുക്ക്.
പിന്നീട് മൂന്നാമത് ഈ പ്രായം ചെന്ന വയോധികനായ മനുഷ്യന്റെ ചോദ്യം, നിങ്ങൾ കുടിച്ച വെള്ളം മൂത്രമായി പുറത്തേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഞങ്ങൾ അതിനും ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. ആ ഡോക്ടർ പറഞ്ഞത്, ഹാറൂൺ റഷീദിന്റെ ഭരണത്തിന്റെ പകുതി നൽകിയാൽ മൂത്രമായി പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഞാൻ ചെയ്യാം. അപ്പോ ഹാറൂൺ റഷീദ് പറഞ്ഞു, അതിന് ഭരണം കഴിഞ്ഞല്ലോ എൻ്റെ അടുത്ത്. ഭരണത്തെ 2 പാർട്ടാക്കി. ഒരു ഗ്ലാസ് വെള്ളത്തിന് കൊടുത്തു, 2 വെള്ളം തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറക്കാനും കൊടുത്തു. പിന്നെ ഭരണം എവിടെ? എന്നിട്ട് ഈ പ്രായം ചെന്ന മനുഷ്യൻ ഹാറൂൺ റഷീദിനോട് പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് യഥേഷ്ടം വെള്ളം നൽകുന്നു. നിങ്ങൾ വെള്ളം കുടിക്കാൻ കൊതിച്ചാളി കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വലിയൊരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കടന്നപ്പോൾ വെള്ളം കുടിക്കാൻ കൊതിച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. നല്ല വെള്ളം കുടിക്കാൻ കൊതിക്കുക എന്നത് നമ്മൾ അതാ പറഞ്ഞാൽ നമ്മൾ റസയൊക്കെ നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ. ശുദ്ധവെള്ളം കുടിക്കാൻ വേണ്ടി കൊതിക്കുക നമ്മൾ ഉണ്ടാവില്ല, അത് ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മളൊരു ജീവിതത്തിൽ ഇത് കൊതിക്കാൻ സാധ്യതയില്ല. അത് വല്ലാത്തൊരു അനുഭവമാണ്. ശരിക്കും നല്ല വെള്ളം കുടിക്കാൻ വേണ്ടി ആഗ്രഹിക്കാറുണ്ട്. അള്ളാഹു നമുക്കതൊക്കെ നിലനിർത്തി തരട്ടെ. അപ്പൊ ഹാറൂൺ റഷീദ് പറഞ്ഞു, ഈ പ്രായം ചെന്നാൾ പറഞ്ഞു, അള്ളാഹു യഥേഷ്ടം നിങ്ങൾക്ക് വെള്ളം കുടിപ്പിക്കുന്നു. നിങ്ങളെ ഒരു പ്രയാസമില്ലാതെ വെള്ളം വയറ്റിലേക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിപ്പിക്കുന്നു. മൂത്രമായി പുറത്തേക്ക് പോകുന്നു. എന്നിട്ടും അഹർത്ത സ്വലാത്തൽ അസർ, നിങ്ങൾ അസർ നിസ്കാരം വൈകിപ്പിച്ചു അല്ലേ? മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾ അസർ നിസ്കാരം വൈകിപ്പിച്ചു അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ മതി. നമ്മളിങ്ങനെ ഒറ്റക്കിരുന്ന് നോക്കുക. ഇപ്പൊ ശരീരത്തിന് ഒരു കേടുപാടുകൾ നമുക്കില്ലാലോ, ഒരു പ്രശ്നമില്ല. ആരുടെ മുന്നിൽ യാചിക്കേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്ക് എല്ലാം സുഖകരമായി അള്ളാഹു നടത്തി തരിക. നമുക്ക് ഒരു പ്രയാസമില്ല. എന്നിട്ടും നമ്മൾ അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾക്ക് തിരിച്ച് എന്ത് കൊടുക്കുന്നു? വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. തിരിച്ചെന്താ കൊടുക്കാൻ കഴിയുക? ഈ ഓട്ടത്തിനിടയിൽ ചിലപ്പോൾ നമുക്ക് എന്താവില്ല, അത് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ കണ്ണു പോയ ആളുകൾക്ക് അതിന്റെ വിലയറിയ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവസാനം ഖേദിക്കേണ്ടി വരുമെന്നത് വിശുദ്ധ ഖുർആൻ ഒട്ടനവധി സ്ഥലത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സമയങ്ങൾ നല്ല പോലെ ഉപയോഗപ്പെടുത്തുക. എന്തുകൊണ്ടാണ്? നോക്കൂ, ഈ അത്താഴ സമയത്തുണ്ടല്ലോ, ആ സമയത്ത് ഖുർആൻ ഓതുന്നതിനേക്കാൾ പ്രാധാന്യം ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിന്. ഞാൻ ഇപ്പൊ ഇവിടെ ഒരു തഫ്സീർ വായിച്ചത്. അത്താഴ സമയം ഉണ്ടല്ലോ, ഖുർആൻ മുഅ്മിനീങ്ങളുടെ അടയാളം എടുത്തു പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. സത്യവിശ്വാസികളുടെ ഒരു അടയാളം, പല അടയാളങ്ങളും എണ്ണി വരുന്നിടത്ത് ഒന്ന് പറഞ്ഞത് വബിൽ അസ്ഹാർ, സുഹൂറിന്റെ ടൈം, അതൊരു സമയത്തിന്റെ പേര്. ആ സമയത്ത് വിശ്വാസികൾ യസ്തഗ്ഫിറൂൻ, അള്ളാഹുവിനോട് പാപമോചനം തേടും. അള്ളാഹു എന്റെ പാപം പുറത്തു തരണേന്ന്. അതാണ് കിട്ടേണ്ട ഏറ്റവും വലിയ നാട്ടം നമുക്ക്. എന്നിട്ട് ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയാണ്, അത്താഴത്തിന്റെ സമയത്ത് ഖുർആൻ ഓതുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠത അള്ളാഹിനോട് പൊറുക്കില്ല. ഒരു 10 അസ്തഗ്ഫിറുല്ലാഹ് മനസ്സ് തട്ടിയെന്ന് പറയാം. നാവ് കൊണ്ടല്ല. അള്ളാഹു എന്റെ പാപം പുറത്തു തരണേ എന്ന് പറയുമ്പോ രഹസ്യ പാപങ്ങളും പരസ്യ പാപങ്ങളും, ചെയ്യാൻ ഉദ്ദേശിച്ച പാപങ്ങളും, ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും എല്ലാം മനസ്സിലേക്ക് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ പ്രത്യക്ഷപ്പെട്ടിട്ട് അസ്തഗ്ഫിറുല്ലാഹ് നിങ്ങൾ പറഞ്ഞു നോക്ക്. അതിന് ഭയങ്കര വില ഉണ്ടാവും. ഇപ്പൊ എല്ലാം നിസ്കരിച്ചിട്ട് നമ്മൾ ചില വിഷയങ്ങൾ നമ്മൾ നോക്കി നോക്ക്. ചിലപ്പോ ഈ സാധാരണ പറയാറുണ്ട്, ഈ ലോട്ടറി ടിക്കറ്റ് പോക്കറ്റിൽ ഇട്ടിട്ട് ആളുകൾ ദുആ ചെയ്യും. ലോട്ടറി ടിക്കറ്റ് അയാള് പോക്കറ്റിൽ ഉണ്ടാവും. എന്നിട്ടും അയാൾ ദുആ ചെയ്യും, അല്ലാഹുവേ എനിക്ക് അതുപോലെ ബീഡി, പുകവലി, അതിന്റെ പാക്കറ്റൊക്കെ പോക്കറ്റിൽ ഉണ്ടാവും. എന്നിട്ട് അല്ലാഹു എനിക്ക് ആരോഗ്യം നൽകണേ എന്ന് ദുആ ചെയ്യും. അല്ലെ? ചിലപ്പോ പലരുടെയും പോക്കറ്റിലുണ്ടാവും, നമ്മളെ കൂട്ടത്തിലില്ല കേട്ടോ. കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമാണ് അറിയാം. എന്നിട്ട് അത് പോക്കറ്റിലുണ്ട്. എന്നിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യും, അള്ളാഹു ആരോഗ്യം ഉണ്ടാകും. ലോൺ എടുത്തിട്ട് കോടിക്കണക്കിന് ലോൺ എടുത്ത് വീട് വാങ്ങി അവസാനം കടബാധ്യതനായിട്ട് ഒന്ന് ജീവൻ ഒടുക്കിയാലോ ചിന്ത ഉണ്ടാവും. എന്നിട്ട് ദുആ ചെയ്യാണ്, കടം വീട്ടി തരണേ. എന്നിട്ട് അള്ളാഹ് നമ്മൾ കുറ്റം പറയില്ല. നോക്കിയോ നിങ്ങൾ, ഇയാള് കടാക്കിയത് ഒരു വീടൊക്കെ നല്ല, എന്നാലും കോടികൾ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കിയത്. എന്നിട്ട് കടക്കാരനായതാ. എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യും, അള്ളാഹു എന്നെ കടം വീട്ടി തരണേ. മക്കളുടെ അരികിൽ ഒരു 10 മിനിറ്റ് പോലും സമയം ചിലവഴിക്കാൻ സമയം കണ്ടെത്താത്ത വ്യക്തി ദുആ ചെയ്യുന്നത് മക്കളെ സ്വാലിഹീങ്ങളാക്കണേ എന്നാണ്. 10 മിനിറ്റ് പോലും മക്കളെടുത്ത് ഇരുന്നിട്ടൊന്ന് സന്തോഷം പറയാനും വർത്തമാനങ്ങൾ പറയാനും സമയം ചെലവഴിച്ചിട്ടുണ്ടാവില്ല.
മാത്രമല്ല 5 വക്ത് മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്കിന്റെ അലയൊലികളുണ്ടല്ലോ, ഒരു ബാങ്കിന് പോലും ചിലപ്പോ മനസ്സറിഞ്ഞ് മറുപടി കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ആമീൻ ആമീൻ എന്നിങ്ങനെ പറയുവാണ്. നമ്മളെ അവസ്ഥ ഇന്നതാ. എന്നിട്ട് ഇതൊന്നും കേട്ടിട്ട് ഉത്തരം കിട്ടുന്നെങ്കിൽ അള്ളാനെ പഴി പറയുകയും ചെയ്യും. നൗദുല്ല, അള്ളാഹ് മണക്കാക്കട്ടെ. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൂറിന്റെ ടൈം, അത്താഴ സമയം, ആ സമയം അള്ളാഹുവിനോട് നമ്മൾ നല്ലവണ്ണം പറയുക. ഇത് 2 ടൈമാണ്. പിന്നെ സൂര്യൻ സുബഹി നിസ്കാരത്തിന് ശേഷമുള്ള ടൈം, അതൊക്കെ കൂടുതൽ നമ്മൾ ഉറങ്ങുന്ന ടൈമായതുകൊണ്ട് ആ സമയം ഞാൻ മാറ്റുക. രണ്ടാമത്, ഒന്ന് സമയം നല്ല ഇന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏത് ജോലി തിരക്കിലാണെങ്കിലും നമ്മളെ സമയത്തെ നമ്മൾ ശ്രദ്ധിക്കുക. രണ്ടാമത്, മറ്റുള്ള ആളുകളിലേക്ക് നോക്കാതിരിക്കുക. നമ്മൾ മറ്റുള്ള ആൾ, ഇപ്പോ എന്റെ അടുത്തിരിക്കുന്ന തൊട്ടിരിക്കുന്ന വ്യക്തി ചിലപ്പോ ഖുർആൻ ഓതിയിട്ട് 3/4 ആയിട്ടുണ്ടാവും. നമ്മൾ ചിലപ്പോ 3/4-നേക്കാൾ കടന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അപ്പുറത്ത് നോക്കിയാൽ സംഭവിക്കുക എന്താ അറിയോ? അദ്ദേഹം അത്രേ ആയിട്ടുള്ളൂ, ഞാൻ ഇത്രയെങ്കിലും ആയല്ലോ. നന്മ ചുരുക്കാൻ കാരണമാവും. ഒരിക്കലും നന്മയുടെ വിഷയം നമ്മൾ എന്തിനാ അങ്ങോട്ട് നോക്കണ്ട. നേരിട്ട് നമ്മൾ ഈ പരലോകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, യാനുസി സ്വന്തം ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ബാക്കിലേക്ക് നോക്കണ്ട, ഇപ്പുറത്തേക്ക് നോക്കണ്ട, അപ്പുറത്തേക്ക് നോക്കണ്ട. നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുക. മൂന്നാമതാണ് നമ്മൾ പറഞ്ഞത്, അള്ളാഹുവുമായിട്ടുള്ള നല്ല മൊബൈലിൽ നമ്മൾക്കറിയാലോ ഓൺലൈനിൽ ഒരുപാട് സമയം ഉണ്ടാവും. പക്ഷെ അള്ളാഹുവുമായിട്ടുള്ള ഓൺലൈൻ ബന്ധങ്ങൾ കൂടുതൽ സ്ഥാപിക്കുക. നല്ല ബന്ധം അള്ളാഹുമായിട്ട്. ഈ 3 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നല്ല നല്ല സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക. രണ്ടാമത്, മറ്റുള്ള ആളുകൾ എത്ര നന്മ ചെയ്യുന്നു നോക്കാതിരിക്കുക. നമ്മൾ സ്വന്തം പരമാവധി വാരി കൂട്ടാൻ നോക്കുക. മൂന്നാമത്, അള്ളാഹുമായിട്ട് ലൈവിലാകുക. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റമദാനിലെ സമയങ്ങൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇനി ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് കരുതുക, സമയം ഇങ്ങനെ തള്ളി നീക്കുകയാണ് വെറുതെ. അങ്ങനെയാണ് എങ്കിൽ ഫിർഔനിന്റെ ചരിത്രത്തിൽ നിന്നൊരു ഗുണപാഠം അതിൽ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഫിർഔന്റെ ചരിത്രം നമുക്കറിയാലോ. ഫിർഔൻ അവസാനം കടലിൽ മുങ്ങി താഴുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വർത്തമാനം ഖുർആൻ സൂറത്ത് യൂനുസിൽ പറയുന്നുണ്ട്. ഉറപ്പാണ് ഫിർഔൻ ഞാൻ മരിച്ചു പോകുന്നു. ആ സമയത്ത് ഫിർഔൻ പറയുന്നു, ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ. മൂസാ നബിയും ഹാറൂൻ നബിയും ഏതൊരു അള്ളാഹുവിനെയാണോ പരിചയപ്പെടുത്തിയത്, ആ അള്ളാഹുവിനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഇനിയിപ്പം ബദർ വരികയാണ് കുറച്ച് കഴിഞ്ഞാൽ, വ്യാഴാഴ്ച തോന്നുന്നു റമദാൻ 15 അല്ലെ, ബദർ വരികയാണ്. നമ്മൾ ശരിക്കും ഓരോ ബദർ ആവർത്തിക്കണം എന്ന് തോന്നലുണ്ട്. ചിലപ്പോൾ ഇടക്കിടക്ക് ചില വിഷയങ്ങളുണ്ടല്ലോ, ഇടക്കിടക്ക് ആവർത്തിച്ചു കൊടുക്കണം. ചിലത് ആഴ്ചയിൽ 1 പറഞ്ഞായി, ചിലത് മാസത്തിൽ പറഞ്ഞായി. ബദർ ഇന്നലെ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ബദരീങ്ങളെ വിളിച്ചോ ഒരു വരുന്നാണ്. നമ്മൾ ആലോചിക്കുക, എങ്ങനെ മുസ്ലിങ്ങൾക്ക് ഇപ്പൊ ഇതാ കുറെ പുതിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മുസ്ലിങ്ങൾക്ക് എതിരായിട്ടുള്ള കൃത്യമായ അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ആകെ ആശ്വാസം എന്താ അറിയോ? അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തല. എന്നാലും ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ ആലോചിച്ചു നിങ്ങൾ, വളരെ ബഹുദൂരം അകന്നു വിശ്വാസ വിഷയത്തിന്. ബഹുദൂരം പറഞ്ഞാല് റസൂലുള്ള ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുന്ന ഒരു ഹദീസ് കാണാം, ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഖൈർ ഭൂമിക്കടിയിൽ ജീവിക്കലായിരിക്കും, അഥവാ അന്ന് മരിക്കലായിരിക്കും നല്ലത്. അത്രമാത്രം കുഴപ്പങ്ങൾ ഉണ്ടാവും. ആ ഒരു കാലാലോചിച്ചു നിങ്ങൾ, ഭൂമിക്കടിയിൽ ജീവിക്കലായിരിക്കും ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഖൈർ. ഒന്നാമത് വിശ്വാസ വിഷയത്തിൽ ഏറ്റവും പിന്നിലാണ് മുസ്ലിങ്ങൾ, ഏറ്റവും പിന്നിൽ. ഏത് പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കി. കോവിഡ് വന്നു, നമ്മൾ മറന്നിട്ടില്ല. പ്രളയം വന്നു, അത് കഴിഞ്ഞു. പിന്നീട് NRC വരുന്നു, പുതിയ കരുക്കൾ നീക്കിക്കൊണ്ട്. ഈ സമയത്തൊക്കെ പള്ളിയുടെ മെഹ്റാബിൽ ഇരുന്നിട്ട് പോലും പണ്ഡിതന്മാർ പറയുന്നത് കുത്തുബിയത്ത് കഴിച്ചോന്നാ. ഈ മെഹ്റാബിന്റെ അർത്ഥം എന്താ പറയുന്നത്? ഹർബ് പറഞ്ഞ യുദ്ധം എന്നാണ് ഇതിനർത്ഥം. ഹർബ് പറഞ്ഞ യുദ്ധം, മെഹ്റാബ് പറഞ്ഞ യുദ്ധം നടക്കുന്ന സ്ഥലം. എല്ലാ തിന്മകൾക്കെതിരെയും യുദ്ധം നടക്കണം. എന്തുകൊണ്ട് യുദ്ധം? ഖുർആൻ കൊണ്ട് യുദ്ധം നടക്കണം. അല്ലാതെ ഏതെങ്കിലും മെഹ്റാബിൽ പോയി നോക്കിയാൽ യുദ്ധത്തിന് ആയുധങ്ങൾ കാണൂല. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഈ മിമ്പർ മെഹ്റാബിന്റെ ഉള്ളിൽ വെച്ചാണ് ഏത് തിന്മകൾക്കെതിരെയും സംസാരിക്കേണ്ടത്. ഏത് തിന്മകളും ഇല്ലായ്മ ചെയ്യാൻ
പ്രചോദനം കൊടുക്കേണ്ട സ്ഥലമാണ് മെഹ്റാബ്. ഈ മെഹ്റാബിൽ എന്ന് പറയാണ് പ്രശ്നം വരുമ്പോൾ ബദരീങ്ങളെയും മൊയ്തീൻ ശേഖരെ വിളിച്ചു. എങ്ങനെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും? അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നത് ബദർ അതൊരു ഉദാഹരണമല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ 16 തലേന്ന്, ഇത് നമുക്ക് പഠിക്കേണ്ട പാഠം ഇതില്, തലേന്ന് സുജൂദിൽ കിടന്നിട്ട് കരയും. കാരണം എന്താ? ആകെ എല്ലും തോലുമായ, വസ്ത്രമില്ലാത്ത, വെള്ളമില്ലാത്ത, പിന്നെ ആയുധങ്ങളില്ലാത്ത, യുദ്ധ പരിശീലനങ്ങൾ ഒട്ടുമേ ഇല്ലാത്ത അള്ളാഹുവും റസൂലും നാളെ 3 ഇരട്ടി വരുന്ന ഒരു സൈന്യത്തോട് യുദ്ധത്തിനോട് പോകാം. സ്വാഭാവികം ബാഹ്യമായി തോൽക്കാനേ സാധ്യതയുള്ളൂ. ബാഹ്യം നോക്കുമ്പോ എന്താ റസൂലുള്ളാഹിന്റെ കയ്യിലുള്ള ആയുധം എന്താ? പ്രാർത്ഥന എന്ന ആയുധം. അത് വല്ലാത്ത ആയുധം. ചിലപ്പോ നമുക്ക് പ്രയോഗിച്ചാലേ മനസ്സിലാവും. നബി 16 സുജൂദിൽ കിടന്നു. സുജൂദിൽ കിടന്നിട്ട് റസൂലുള്ളാഹ് ദുആ ചെയ്തു. കരയുന്ന കണ്ണുനീര് കാരണം അലി ഇബ്നു അബീ ത്വാലിബ് പറയുന്നു, ആ സ്ഥലത്ത് ചെടി മുളക്കുമോ എന്ന് പോലും ഞങ്ങൾ പേടിച്ചു. അങ്ങനെ കരയണമെങ്കിൽ അള്ളാഹുമായി ഓൺലൈൻ ബന്ധം ആ സമയത്ത് എത്രമാത്രം രൂഢമൂലമായിട്ടുണ്ടാവും. അങ്ങനെ കരഞ്ഞു. എന്റെ കരച്ചലിന്റെ പരിണിതി ഫലമായിട്ടുണ്ടായത് അബൂജഹൽ ദുആ ചെയ്തതാ. അബൂജഹൽ ദുആ ചെയ്തിട്ടുണ്ട് അള്ളാഹിനോട്. അപ്പൊ അബൂജഹലിന് അറിയാം അള്ളാഹ് ഉണ്ട് എന്ന് അബൂജഹലിന് ഉറപ്പാ. പക്ഷെ പ്രതിസന്ധി ഘട്ടം വരുന്ന സമയത്ത് അബൂജഹൽ എന്ത് ചെയ്യും? അബൂജഹലിന് 2 ആവശ്യം, 2 വ്യക്തികൾ വേണം. ഒന്ന് അള്ളാഹുവും അള്ളാഹുവിനോടൊപ്പം മറ്റ് പല മഹാന്മാരും. ഇതാണ് മുസ്ലിം ഉമ്മത്തിന് ഇന്ന് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം. ഇന്ന് നമ്മൾ നോക്കി നടന്നു പോകുന്ന സമയത്ത് ഒരു തേങ്ങ വീണു എന്ന് കരുതുക, അപ്പം വിളിക്കുക ബദരീങ്ങളെന്നാണ് വിളിക്കുക. നമ്മൾ അപ്പം വിളിക്കാതാണ് വിളിക്കുക, ബദരീങ്ങളെന്നാണ് വിളിക്കുക. ഏത് ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അങ്ങനെ വിളിക്കുക. അബൂജഹലിന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ ആവർത്തിക്കല്ല. അബൂജഹലിന്റെ പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഉൻസുർനി, സഹായിക്കണമേ, അലാ ഫിഅത്തൈൻ, ഞങ്ങൾ 2 സംഘത്തിലെ ഏറ്റവും ഉന്നതമായ സംഘത്തെ നീ വിജയിപ്പിക്കണമേ. അബൂജഹൽ ദുആ ചെയ്തു. വഖൈറൽ ഖബീലത്തൈൻ, ഈ 2 ഗോത്രങ്ങളിൽ മുഹമ്മദിന്റെയും എന്റെയും ഗോത്രം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഗോത്രങ്ങളിൽ ഏറ്റവും നല്ല ഗോത്രത്തിനെ വിജയിപ്പിക്കണമേ എന്ന് അബൂജഹലും നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി ദുആ ചെയ്തു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കാൻ കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിലായാലും സന്തോഷഘട്ടങ്ങളിലായാലും അള്ളാഹു എന്ന ശക്തിയോട് മാത്രമേ അള്ളാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ടുള്ളൂ. അബൂജഹലാണെങ്കിൽ കടലിൽ തിരമാലകൾക്കിടയിൽ പെട്ട് കഴിഞ്ഞാൽ അള്ളാഹിനെ വിളിക്കും. കടലിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാലോ ലാത്തയും ഉസ്സയും മനാത്തയും പലരെയും വിളിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങളോട് എന്തിനാ പറയുന്നത്? അത് വലിയൊരു വിഷയം. നിങ്ങളോട് ഈ തൗഹീദ് ഉള്ള അവിടെ ഇതിങ്ങനെ പറയുന്നു. ഖുർആനിൽ ആയത്തുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ആമീനു, വിശ്വാസികളെ വിശ്വസിക്കണം. എന്തിനാ അങ്ങനെ അല്ല പറയുന്നത്? വിശ്വാസത്തിൽ ഇടക്കിടക്ക് പുഴുക്കുത്തുകൾ വരാൻ സാധ്യത എവിടെയുണ്ട്. അതുകൊണ്ട് റമദാൻ 17 വരുന്ന സമയത്ത് നല്ല ബോധം വരണം. പലരും എന്തുണ്ടാവും, പലതും ചൊല്ലി ആടി പാടുന്നുണ്ടാവും. ഇങ്ങനെ എന്താ പറയുന്നത് ഓലിക്കറിയില്ല. നമ്മുടെ ചിന്ത ബദരീങ്ങളുടെ ത്യാഗങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇന്നലെ ഞാൻ അവിടെ പോയിട്ടില്ല, പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അള്ളാഹു തോഫീക്ക് കഴിയട്ടെ. പിന്നെ മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ ആണ് പോലും. 150 കിലോ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, മദീനയിൽ നിന്ന് ബദറിലേക്ക് 150 കിലോമീറ്റർ സഹാബികൾ പോയത്. ആകെ 70 ഒട്ടകങ്ങളാണ്, 2 കുതിരയും. 70 ഒട്ടകങ്ങൾ, ഒരാൾക്ക് 3 ആളുകൾക്ക് ഒരൊട്ടകം എന്ന നിലയിലാണ്. അപ്പൊ എത്ര നടന്നിട്ടുണ്ടാകും കുറെ ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെ 3 ആള് ഒരൊട്ടകത്തില് 150 കിലോമീറ്റർ ഒക്കെ നടന്നിട്ട്, അതോ കൊടും ചൂടുള്ള സമയം, നോമ്പും നടന്നിട്ട് മദീനയിലേക്ക് ബദറിലേക്ക് പോയി യുദ്ധം ചെയ്യാൻ. ആ നടത്തത്തിൽ തന്നെ നിങ്ങൾ ആ ത്യാഗം ആലോചിച്ചു നോക്കും. നമ്മൾ എന്ത് ത്യാഗ? നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്കൊരു ത്യാഗം ഇല്ലാലോ. വീട്, ബിസിനസ്, പള്ളി, നല്ല AC പള്ളി, AC ഒക്കെ ഉണ്ട്. ഈ ത്യാഗം ജയിച്ച ബദരീങ്ങളെ നമ്മള് 17 ഒന്നുകൂടി ഓർക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ത്യാഗം ചെയ്യാൻ തോന്നണം നമുക്ക്. പിന്നെയോ ബദരീങ്ങളെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് ബദർ റമദാൻ 17 ഒന്നുകൂടി നമ്മൾ അള്ളാഹുടെ ദുആ ചെയ്യൽ കൂട്ടണം. നമ്മൾ അതാണല്ലോ ബദരീങ്ങളുടെ റൂട്ട്. അങ്ങനല്ലേ? ഈ നിലയിൽ മുസ്ലിം ഉമ്മത്ത് പോവുകയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിന് പണ്ടൊക്കെ നോക്കുന്നത് കോടതികളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് നേരെ വരുന്ന വിധി പ്രസ്താവിക്കാൻ പേടിയായിരുന്നു ജഡ്ജിമാർക്ക്. ഇന്ന് ഒരു പേടിയില്ലല്ലോ. ഇന്ന് മുസ്ലിമുകൾക്കെതിരെ വിധി പ്രസ്താവിക്കുന്നു, പിറ്റേന്ന് കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു.
ഇത് ഒരു ഭയമില്ല. മുസ്ലിങ്ങൾ വെറും ചപ്പ് ചവറുകളെ പോലെ. കാരണം എന്താ പറയുക, മുസ്ലിങ്ങൾക്ക് അള്ളാഹുമായുള്ള ബന്ധം എവിടെയൊക്കെ രൂഢമൂലമാകുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ സഹായങ്ങൾ പേമാരി പോലെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനുള്ള ഏറ്റവും നല്ല അവസരം റമദാൻ. കൈ ഉയർത്തി അള്ളാഹിനോട് പറയാം. ഭരണാധികാരികളുടെ മേലുള്ള ഭരണാധികാരിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരുത്തേണ്ടത്. നിങ്ങൾക്ക് 1972 പിന്നെ അറബ് ലോകവും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം നടന്നിട്ടുണ്ട്. 1972 ആരാ വിജയിച്ചത്? റമദാനില. ഒരൊറ്റ തവണയെങ്കിലും അറബ് ലോകത്തിന് ഇസ്രായേലിനെ ഇരുത്തേണ്ടിടത്ത് ഇരിക്കാൻ കഴിഞ്ഞു. അറബ് ലോകം വിജയിച്ചു റമദാനില. വിജയങ്ങളുടെ കലവറയാണ് സത്യം റമദാൻ മാസം. അതുകൊണ്ട് നമുക്ക് കരുതണ്ട ഞാൻ ഒറ്റയ്ക്ക് ദ്വാ ചെയ്തിട്ട് എന്താ കാര്യം, ഞാൻ അള്ളാഹുമായുള്ള ബന്ധം ഇത്ര ശക്തമാക്കിയിരുന്ന കാര്യം. ഒരാളുടെ ബന്ധം ശക്തമായി കഴിഞ്ഞാലായിരിക്കും അള്ളാഹു പലപ്പോഴും, ഇത് കേവലം ആ വിഷയത്തിൽ മാത്രമല്ല, വ്യക്തിപരമായി നമുക്ക് പലതും ലഭിക്കേണ്ടതുണ്ട്, കുടുംബപരമായി പലതും ലഭിക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിനൊക്കെ അള്ളാഹുവിൽ നിന്ന് സഹായങ്ങൾ ധാരാളമായി ലഭിക്കേണ്ട സമയമാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആയത്ത് അവസാനിപ്പിക്കുകയാണ്. ഫിർഔന് പറഞ്ഞു മുങ്ങി മരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അള്ളാഹിന്റെ മറുപടി എന്താ അറിയോ? അൽ ആന എന്നാണ് അറബി പ്രയോഗം. അവിടെ ആൽ ആനാണ്. എന്തിനാ അങ്ങനെ? ഗൾഫിൽ പോയ ആളുകൾക്കറിയാം. അൽ ആൻ പറ ഇപ്പോൾ. ആൽ ആന ഒരു നീട്ടണം അവിടെ. ഒരു പരിഹാസത്തിന്റെ വർത്താനാണത്. ഇപ്പോഴാണോ ഫിർഔനോട് അല്ലാഹ് പറയാ, ആൽ ആന വഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നിനക്ക് നേരം കൊടുത്തത്? എത്ര അവസരങ്ങൾ ഉണ്ടായി ഫിർഔൻ. മൂസ പ്രവാചകൻ നിങ്ങളുടെ അരികിൽ എത്ര തവണ വന്നു എന്നെ പരിചയപ്പെടുത്താൻ. അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ മുമ്പ് കുഴപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് മുങ്ങി ചാവുക തന്നെ നിർവാഹമുള്ളൂ. അതുകൊണ്ട് മരണസമയത്ത് സമയം കിട്ടാൻ നമ്മൾ ഖേദിച്ചിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഒരു മൈക്രോ സെക്കൻഡിനായിരിക്കും നമ്മൾ ഖേദിക്കുക. എന്നിട്ടൊക്കെ ചെയ്യാതെ ഇങ്ങനെ ധൃതി വരും. ശ്വാസം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ ഇടറി കളിക്കുന്നുണ്ടാവും. ഒരു കാര്യം ഉണ്ടാവില്ല. കിട്ടിയ അവസരങ്ങൾ, പ്രത്യേകിച്ച് റമദാനിന്റെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിനെ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിലെ പവിത്രമായ ദിനങ്ങളും പകലും രാത്രിയും സമയങ്ങളും അള്ളാഹുവിന് പൊരുത്തമുള്ള മാർഗത്തിൽ വിനിയോഗിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇത്രയും സമയം അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇരുന്ന് തന്നത് എന്ന് തന്നെ വലിയൊരു ഭാഗ്യമാണ്, വലിയ അനുഗ്രഹം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ സമയം പരലോകത്ത് വലിയൊരു നന്മയുടെ പട്ടികയിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. റഹ്മാനായ അള്ളാഹുവെ, ദീനിനു വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും കഠിനാധ്വാനം ചെയ്യാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.